രാവിലെ 5:15 ബാംഗ്ലൂർ നഗരമാണ് കേട്ടത്. മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിനടുത്ത്, അതായത് KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റാൻഡാണ് മെജസ്റ്റിക്. ആ ബസ് സ്റ്റാൻഡിനടുത്തുള്ളൊരു പ്രദേശമാണ് ഈ കാണുന്നത്. ഇതാണ് ബംഗളൂരു രാവിലെ 5:15. കുറേ ഫാൻസി ലുക്കിംഗ് ബസ്സുകളൊക്കെ പോകുന്നതാണ് ഈ സമയത്ത്. ഇതൊക്കെ മറ്റേ നോർത്ത് കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളാണ്. അപ്പോൾ ബസ്സുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ബസ് യാത്രയാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ചെയ്യാത്തൊരു വെറൈറ്റിയാണ് ബസ് യാത്ര എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞിടയ്ക്ക് ഒരു ബസ് യാത്രയുടെ നമുക്ക് ഒരുപാട് കമൻറ്റ് കിട്ടിയായിരുന്നു, ഇനിയും ബസ് യാത്രകൾ ചെയ്യണം എന്നും പറയാം. ഈ ബസ് യാത്ര എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ, എൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്കൊരു ഫാൻറ്റസിയുള്ളൊരു ഹെവി വെഹിക്കിളാണ് ബസ് എന്ന് പറയുന്നത്. ബസ് യാത്രകൾ ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്താ പറയുക, യാത്രാശീലങ്ങളെല്ലാം മാറി അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് ട്രെയിനിലോട്ട് കയറിയതാണ്. അപ്പോൾ ഇന്ന് വീണ്ടും ബസ്സിന് പോകാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ബസ് കിട്ടുന്ന സ്ഥലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സൗണ്ട് ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ബസ് യാത്രയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലെ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന് അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. മജസ്റ്റിക് അല്ല, KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ അഥവാ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണുള്ളത്. നമ്മളിവിടുന്ന് ഒരു ചെറിയ ബസ് യാത്രയാണ്. കോയമ്പത്തൂരിലേക്കാണ് നമ്മളിന്ന് ബസ്സിന് പോകുന്നത്. അപ്പോൾ ഒരു വൻ വിറ്റുണ്ട്. നവംബർ മാസമായി എന്നൊന്നും ഞാൻ ഓർത്തില്ല. ഞാനോട് ജാക്കറ്റ് ഒന്നും എടുക്കാണ്ട് ഇറങ്ങിയത്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇത് ബംഗളൂരു മെട്രോ സ്റ്റേഷൻ. എനിക്കൊന്ന് എൻട്രൻസ് ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഫസ്റ്റ് ട്രെയിനുള്ള സമയം ആയിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഫസ്റ്റ് ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിട്ട് ഓടുന്നു. സമയം ഇപ്പോൾ 5:32. നമ്മുടെ ബസ്സുകാരൻ എന്നെ വിളിച്ചിട്ട് 5:50 ആകുമ്പോഴേക്കും പിക്കപ്പ് പോയിൻറ്റിൽ എത്താനാണ് പറഞ്ഞത്. പിക്കപ്പ് പോയിൻറ്റ് അവിടെ ശാന്തല സിൽക്സിൻ്റെ മുന്നിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശാന്തല സിൽക്സ് ഞാൻ എത്തുന്നേ ഉള്ളൂ. ശാന്തല സിൽക്സ് എന്ന് പറയുന്നത് മജസ്റ്റിക്കിലെ ആന്ധ്രാപ്രദേശ് ഭാഗത്തോട്ട് പോകുന്ന ബസ്സുള്ള ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ശാന്തല സിൽക്സ് എന്ന് പറയുന്നത്. അവിടെയാണ് പിക്കപ്പ് പോയിൻ്റ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്യാവശ്യം തണുപ്പുണ്ട്. ഞാനാണെങ്കിൽ ജാക്കറ്റൊന്നും എടുത്തതുമില്ല. തണുക്കുന്നുണ്ട് ഇപ്പം. അങ്ങേറ്റതൊരു ബസ് കിടക്കുന്നുണ്ട്, അതാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കോയമ്പത്തൂരിലേക്കാണ്. പ്രൈവറ്റ് ബസ്സിനാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ വണ്ടി എത്തിയിട്ട് ഞാൻ പറയാം. അപ്പോൾ വണ്ടിയുടെ അടുത്തെത്തിയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്ത് നോക്കിയപ്പോൾ ദേ കിടക്കുന്നത് നമ്മുടെ വണ്ടി. ഇതാണ് നമുക്കിന്ന് പോകാനുള്ള വണ്ടി. TN39 DQ 1199 വോൾവോ 9600S. ഞാൻ ആദ്യമായിട്ടാണ് വോൾവോ 9600Sൽ യാത്ര ചെയ്യാൻ പോകുന്നത് കേട്ടോ. ജൂബിലി ട്രാവൽസാണ് ഈ കമ്പനിയുടെ പേര്. ഞാൻ ടിക്കറ്റ് നോക്കുമ്പോൾ ജിഹാൻ ട്രാവൽസ് ഉണ്ടായിരുന്നു. ജിഹാൻ വോൾവോ എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ അതിന് ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇത് 9600 കണ്ടു. അത് 9400. 9600 കണ്ടപ്പോൾ പിന്നെ ഞാൻ ഇതിലോട്ടങ്ങ് മാറ്റി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബസ് 9600 വോൾവോ 9600 B8R ആണ്, ജൂബിലി ട്രാവൽസിൻ്റെ. ആ ഒരു ബോർഡിങ് തുടങ്ങുമ്പോൾ നമുക്ക് ഉൾവശമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ വണ്ടി കാണാൻ എന്താ അഴകല്ലേ, നല്ല ഭംഗിയുള്ള വണ്ടിയാണ് ഈ 9600 എന്ന് പറയുന്ന വോൾവോടെ. ഒരുപാട് കാലത്ത് ആഗ്രഹിക്കുന്നതാണ് യാത്രയാണെന്നുള്ളത്. അപ്പം അങ്ങനെ ഇന്ന് നമുക്ക് കാണുന്നത് ഇത് B8R 13.5 മീറ്റർ വോൾവോ B8R ആണ് ഈ വണ്ടി. അപ്പോൾ ആ കാണുന്നതാണ് മജസ്റ്റിക്കിലെ ആന്ധ്ര ഭാഗത്തോട്ട് പോകുന്ന ബസ്സുകളുടെ ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് ഈ ആന്ധ്രാപ്രദേശ് ഭാഗത്തായത് ഈ ഹിന്ദുപ്പൂർ അങ്ങനെയൊക്കെ പോകുന്ന സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകളാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. എനിക്കൊന്നു ഹിന്ദുപ്പൂർ, പുട്ടപർത്തി, ആ റൂട്ട്, തിരുപ്പതി ഒക്കെ ഇവിടുന്ന് തന്നെ തോന്നുന്നു. അല്ല, തിരുപ്പതി ഇവിടുന്നല്ല, തിരുപ്പതി അകത്തുനിന്ന്. അപ്പോൾ ഇവിടുന്ന് ഈ പുട്ടപർത്തി, ഹിന്ദുപ്പൂർ ആ സൈഡിലോട്ട് പോകുന്ന വണ്ടികളാണ്, ലോക്കൽ വണ്ടികൾ, അതായത് എക്സ്പ്രസ് വണ്ടികളാണ് ഈ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നത്. പ്രീമിയം വണ്ടികളൊക്കെ ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പുറത്തെ സ്റ്റാൻഡിൽ നിന്ന് ടെർമിനൽ 1 നിന്നാണ് പുറപ്പെടുന്നത്. ടെർമിനൽ 1 or 2 ആയിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടില്ല. ഇതാണ് ആ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഈ കാണുന്നതാണ് ശാന്തല സിൽക്സ്. ഈ കാണുന്നതാണ് ശാന്തല സിൽക്സ്. അപ്പോൾ വെളുപ്പാങ്കാലത്തുള്ള ബാംഗ്ലൂർ, കോയമ്പത്തൂർ വണ്ടികളെല്ലാം ഇവിടുന്ന് പുറപ്പെടുന്നത്. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ A1 ട്രാവൽസ് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ജിഹാൻ കിടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഏർലി മോർണിംഗ് പോകുന്നവരെല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത്. കേരളത്തിലോട്ട് ഏർലി മോർണിംഗ് ബസ്സുകളൊന്നുമില്ല അൺഫോർച്ചുനേറ്റ്ലി. കേരളത്തിലോട്ട് ഡയറക്റ്റ് വണ്ടിയുടെ ഞാൻ അങ്ങനെ കയറിപ്പോയാണ്. ഇതിപ്പോൾ ഞാൻ കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് കോയമ്പത്തൂരിന് വേറെ വണ്ടിക്ക് പോകാൻ പരിപാടി. ഓപ്പോസിറ്റ് സൈഡിൽ കർണാടകയുടെ അമ്പാരി ഉത്സവം പോകുന്നുണ്ട്, ലൈറ്റൊക്കെ ഇട്ടാൽ അടിപൊളിയായിട്ട്. ഇതിനൊക്കെ യാത്ര ചെയ്യണമെന്ന് ഒരുപാട് കാലമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, നമ്മൾ ബുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മളത് അവസാനം ട്രെയിൻ തന്നെയാവും. 6 മണിക്കാണ് എൻ്റെ വണ്ടിയുടെ ഡിപ്പാർച്ചർ ടൈം. എനിക്ക് 5 മണിയായപ്പം ഇവരുടെ ട്രാക്കിംഗ് ലിങ്കൊക്കെ ആയിട്ട് ഡീറ്റെയിൽസ് വന്നു.
ഓപ്പറേറ്റിംഗ് കമ്പനിയുടെ ജിഹാൻ എന്ന് പറഞ്ഞാൽ ജൂബിലി ട്രാവൽസിൻ്റെ ലിങ്കൊക്കെ വന്നതാണ്. അതിനകത്ത് കറക്റ്റായിട്ട് വണ്ടിയുടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്, വണ്ടി എവിടെയാണെന്നുള്ളത്. കെമ്പേഗോഡ മെൽസിക് ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റായിട്ട് ലൊക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. കറൻ്റ് TCM റോഡ് കൊട്ടൻപേട്ട ചിക്പേട്ട കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ടുണ്ട് വണ്ടിയുടെ. 6 മണിക്ക് ശാന്തല 6-ന് മുന്നിൽ നിന്ന് പിക്കപ്പ്. അപ്പോൾ ഞാനൊരു ലോവർ സിംഗിൾ ബർത്തിലാണ്. നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സൊക്കെ എങ്ങനെയാണ്, ഇത് ഫുള്ളി വോൾവോ ബിൽഡാണ്. ഈ 2 വണ്ടികളും ഫുള്ളി വോൾവോ ബിൽഡാണ്. ഈ മുന്നിൽ കിടക്കുന്ന ജിഹാനും അതെ, ബാക്കി കിടക്കുന്ന നമ്മുടെ ജൂബിലി അതെ, വോൾവോ ബിൽഡാണ് കംപ്ലീറ്റ്ലി. അത് ഇൻറ്റീരിയേഴ്സൊക്കെ വോൾവോ തന്നെ ഇരിക്കുന്നത്. രണ്ടും 13.5 മീറ്റർ B8R ആണ്. നമ്മുടെ വണ്ടിയും 13.5 മീറ്റർ B8R ആണ്. 13.5 മീറ്റർ എന്ന് പറയുമ്പോൾ 36 ബർത്ത് എന്ന് പറഞ്ഞാൽ 34 ബർത്തായിരിക്കും വണ്ടിയിലുണ്ടാവുക. എമർജൻസി എക്സിറ്റിനോട് ബർത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ 36 ബർത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആദ്യകാലത്തെ മൾട്ടി ആക്സിൽ 36 ബർത്താണ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യകാലത്തെ മൾട്ടി ആക്സിൽ എന്ന് പറയുമ്പോൾ 13.7 മീറ്റർ ആയിരുന്നു ആദ്യകാലത്തെ മൾട്ടി ആക്സിൽ. ഇപ്പോൾ മൾട്ടി ആക്സിൽ ഇല്ലാണ്ട് തന്നെ 13.5 മീറ്ററാണ്. പിന്നെ വീൽ ബേസ് കൂടുതലാണ് ഇതിന്. അപ്പോൾ മൾട്ടി ആക്സിൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഓപ്പറേറ്റർമാർക്ക് നല്ല ഗുണമുണ്ട്. കാരണം അവർക്ക് ടാക്സ് കുറഞ്ഞ് കിട്ടും, ടോള് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ പോകാൻ റെഡിയാവുന്നു. വണ്ടി ഓണായി, ലൈറ്റൊക്കെ ഓണാക്കി, സൂപ്പറായി, വണ്ടി സെറ്റാണ്. വോൾവോ ബസ്സിൻ്റെ ലൈറ്റൊക്കെ തന്നെ ഓൺ ചെയ്തപ്പോൾ നല്ല ഭംഗിയായി അല്ലേ. വണ്ടി അല്ലെങ്കിലും മാസാണ് വോൾവോ. വണ്ടിയുടെ കൂടുതൽ ക്ലോസപ്പ് ഷോട്ട്സൊക്കെ ഇനി വണ്ടി ബ്രേക്കിന് നിർത്തുമ്പോൾ എടുക്കാം. ഇപ്പോൾ നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ, എന്തായാലും വലിയ ക്ലാരിറ്റി കിട്ടില്ല വിഷ്വൽസിന്. ബാക്കിയൊക്കെ വണ്ടി നിർത്തുമ്പോൾ എടുക്കാം. അവനെ പതക്കുള്ളിലോട്ട് കയറാം. വണ്ടിയിലോട്ട് കയറി ഉണ്ടെങ്കിൽ പാക്കറ്റിങ് തന്നു. 4 ഇതാണ്, ഈ ലോവറാണ് എൻ്റെ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ്. നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയേഴ്സാണ്. ഈ കാണുന്നതാണ് ഡബിൾ ബർത്ത്, പിന്നെ ഇത് സിംഗിൾ ബർത്ത്. ഡബിൾ ബർത്തിന് ഇങ്ങനെയാണ്. ഇതിനകത്ത് സ്റ്റോറേജിനുള്ള സൗകര്യമൊന്നുമില്ല. ഞാൻ കയറുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ബാഗ് നിങ്ങൾ ഡിക്കിയിൽ വെക്കുന്നത് നല്ലതെന്ന്. പിന്നെ ബാഗിനകത്ത് ഞാൻ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചായിരുന്നു, ഡിക്കിയിൽ വെച്ചാൽ ചീത്തയായി പോകും. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് കയറി. പിന്നെ ലോവർ ബർത്ത് എന്ന് പറയുന്നത് നല്ലോണം താന്നിട്ടാണ്, തറയിലിരിക്കുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഇതിനകത്തുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. മൊത്തത്തിൽ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇമാരിവിടെ ഓരോ ബർത്തിലും ഒരു ആൻഡ്രോയിഡ് TV തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറുതാണ്, എനിക്ക് തോന്നുന്നു ഇതൊരു 20 ഇഞ്ചൊന്നും ഉണ്ടാവില്ല, അതിലും ചെറുതാണ്. ചെറിയൊരു സ്ക്രീൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ TV എന്നിട്ട് വൈഫൈ വഴി ഒരു കണക്ട് ചെയ്തിട്ട് ബസ്സിനകത്തിനുള്ള വൈഫൈ വഴി ഒരു കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് OTT കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനൊരു റിമോട്ട് കൺട്രോൾ ഇവിടെ തന്നിട്ടുണ്ട്. ബർത്തുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, റിമോട്ട് കൺട്രോൾ തന്നിട്ടുണ്ട്. ഇവിടെ 2 ലൈറ്റുണ്ട്, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ബർത്ത് ലൈറ്റും ഉണ്ട്, റീഡിങ് ലാമ്പും ഉണ്ട്. ഇതാണ് ബർത്ത് ലൈറ്റും റീഡിങ് ലാമ്പും ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഒരു ഹെഡ്ഫോൺ തന്നിട്ടുണ്ട് നമുക്ക് TV കാണാൻ. അപ്പോൾ നമ്മൾ TV കാണുന്ന ശബ്ദം വേറെ ആരെയും ഉപദ്രവിക്കില്ല. നമുക്ക് നമ്മുടെ ഹെഡ്ഫോൺ വെച്ച് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് കാണാം. പിന്നെ അത് കൂടാതെ ഇവിടെ ചാർജിങ് പോയിൻ്റ് തന്നിട്ടുണ്ട്, പതിവ് പോലെ ചാർജിങ് പോയിൻ്റ് ഉണ്ട്. കൂടുതൽ വിസ്തരിച്ച് ഞാൻ പകൽ നേരം കാണിക്കാം, അത് നമുക്ക് വെളിച്ചം കിട്ടുമല്ലോ. ഡബിൾ ബർത്ത് അത്യാവശ്യം നല്ല വീതിയുള്ള ഡബിൾ ബർത്താണ്. ഇത് എമർജൻസി എക്സിറ്റാണ് അവിടെ. അപ്പോൾ എമർജൻസി എക്സിറ്റിന് അവിടെയും ബർത്ത് ഉണ്ട് കേട്ടോ വണ്ടിയിലും. ആ കാണുന്നതാണ് എമർജൻസി എക്സിറ്റ്. അപ്പോൾ ഇവിടെ വല്ലതും പൊക്കാനോ വല്ലതും സൗകര്യം ഉണ്ടാവണം ബേസിക്കലി. കാര്യം അതിൻ്റെ അടിയിലോട്ടൊരു പടിയുണ്ട്, ഡോറ് വന്ന പടി വഴി വേണം നമ്മൾ പുറത്തിറങ്ങാൻ. ഇതൊരു മെയിൻ കാരണമാണ് ഞാൻ സ്ലീപ്പർ ബസ്സുകൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ. കാരണം സേഫ്റ്റി ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ജനലിന് അത്യാവശ്യം വലിപ്പമുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട് ജനലിന്, അത്യാവശ്യം വലിപ്പമുള്ള ജനലാണ് ഇതിനൊക്കെ. വണ്ടി പുറപ്പെടുക, ഒരു ഡോറ് ക്ലോസ് ചെയ്തു. പുറപ്പെടുകയായിരുന്നു.
നിങ്ങൾക്ക് എൻജിൻ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻജിൻ സൗണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ എക്സ്റ്റേണൽ മൈക്ക് വെക്കുന്നില്ല. കാര്യം എക്സ്റ്റേണൽ മൈക്ക് വെക്കുമ്പോൾ അതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് എൻജിൻ സൗണ്ടൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എൻജിൻ സൗണ്ട് കിട്ടുമെന്ന് നോക്കാം. ഒരു ഏകദേശം 9:00 തൊപ്പൂറിനടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് എത്തുന്നതാണ് റെഡ് ബസ്സിൽ കാണിക്കുന്നത്. ഞാൻ ഈ ടിക്കറ്റ് റെഡ് ബസ് വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരു 9:30 മറ്റോ ഇവിടെ തൊപ്പൂറിനടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് എത്തുന്നതാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 9:30 തൊപ്പൂർ എത്തും. കാര്യം 1 മണിക്കും കോയമ്പത്തൂർ എത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ ലഞ്ചിന് അവിടെ നിർത്തില്ല, നമുക്ക് കോയമ്പത്തൂർ പോയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ ശാന്ത്ര സിൽക്ക് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് റൈറ്റ് എടുത്ത് ടുവേർഡ്സ് KSR ബംഗളൂരു സ്റ്റേഷനാണ് നമ്മൾ പോകുന്നത്. KSR ബംഗളൂരു സ്റ്റേഷനിലോട്ട് കയറാനുള്ള ഒരു എൻട്രിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതാണ് മെയിൻ. ഈ എൻട്രൻസ് വഴിയാണ് നമ്മൾ സ്ഥിരം കയറാറും വീഡിയോയിൽ കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ എൻട്രൻസ് ആണ് എപ്പോഴും. ഇവിടെ ഒരു എൻട്രി കമാനൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ സ്ഥിരം കാണാറുള്ള എൻട്രൻസ്. ഇതാണ് ക്രാന്തിവീര സംഗൊള്ളി രായണ്ണ റെയിൽവേ സ്റ്റേഷൻ ബംഗളൂരു. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം ഇനിയിപ്പോൾ വണ്ടിക്ക് ഇതുണ്ട്, എന്താ പറയുക, കലാശിപ്പാളത്ത് പിക്കപ്പുണ്ട്, പിന്നെ ശാന്തിനഗർ മടിവാളൊക്കെ പിക്കപ്പുണ്ട്. പക്ഷേ എനിക്കൊന്ന് യാത്രക്കാരുണ്ടെങ്കിൽ മാത്രമേ അവിടെയൊക്കെ പോകുന്നുണ്ടാവുള്ളൂ, അല്ലാണ്ട് കറക്റ്റായിട്ട് സ്ഥലങ്ങളിൽ പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിലും നമ്മുടെ TTമാരുടെ കയ്യിലുള്ള ട്രെയിനിൽ TTമാരുടെ കയ്യിലുള്ള പോലൊരു ടാബിലാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ടാബിൽ ഞാൻ കയറിയപ്പോൾ തന്നെ എൻ്റെ സീറ്റ് സെലക്ട് ചെയ്തു. ഞാൻ വണ്ടിക്കകത്ത് കയറിയപ്പോഴേക്കും എനിക്കൊരു SMS വന്നു, യു ഹാവ് ബോർഡഡ് ദിസ് ബസ്, നിങ്ങൾ കയറിയില്ലെങ്കിൽ ഉടനെ വിളിക്കുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഇതിനകത്ത് സാധനം വെക്കാൻ സൗകര്യമൊന്നുമില്ല, ബർത്തിനടിയിലോട്ട് പോവില്ല. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ വെച്ചു. ബാഗ് വെച്ചാൽ പിന്നെ ഇപ്പോൾ വളരെ കുറച്ച് സ്ഥലമേ ബർത്തിൽ ബാക്കിയുള്ളൂ. നല്ലൊരു ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ട്, നല്ല അടിപൊളി ബ്ലാങ്കറ്റാണ്. ഞാനൊന്ന് നേരം വെളുത്തിട്ട് ബ്ലാങ്കറ്റൊക്കെ ഞാനൊന്ന് റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കലാശിപ്പാളയത്തോ അല്ലെങ്കിൽ ശാന്തിനഗറൊന്നും പോയില്ല കേട്ടോ. വണ്ടി നേരെ ലാൽബാഗിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് അങ്ങനെ വന്നിട്ട് കോർപ്പറേഷൻ സർക്കിൾ വഴി കയറി ലാൽബാഗിലോട്ട് അങ്ങനെ ഇറങ്ങി. നമ്മൾ ലാൽബാഗിനടുത്താണ്. ഇവിടെ നടന്ന പ്രകാശ്, ഈ കാണുന്ന SM കണ്ണപ്പ പ്രകാശ്. ലാൽബാഗ് റൈറ്റ് സൈഡിലാണ്. ലാൽബാഗ് എന്ന് പറയുന്നത് വലിയൊരു ഗാർഡനാണ്, റൈറ്റ് സൈഡിലാണ്. ഈ കാണുന്ന റോഡ് നേരെ ശാന്തിനഗറിലോട്ട് പോകും. നമ്മൾ മെജസ്റ്റിക് വിട്ടിട്ടുള്ള നമ്മൾ ആദ്യത്തെ പിക്കപ്പ് പോയിന്റ് എത്തി, ഡയറി സർക്കിൾ. ഇതാണ് ബാംഗ്ലൂരിലെ ദി OG മാള്, ഫോറം മാള്. ഇപ്പം നെക്സസ് കോരമംഗലം എന്നാണ് പേര്. ഇതാണ് ഒറിജിനൽ ഫോറം മാള്. അപ്പോൾ നമ്മളങ്ങനെ ഇത് കോരമംഗല പ്രദേശമാണ് ലെഫ്റ്റ് സൈഡ്. നമ്മളങ്ങനെ മടിവാളയിലോട്ട് എത്താണ്. മടിവാള എന്ന് പറയുന്നത് കേരളത്തിലോട്ടുള്ള, ഇവിടെ ഹോസ്പിറ്റലായിരുന്നു, അവിടെ പണ്ട് ബിഗ് ബസാറായിരുന്നു. മടിവാള എന്ന് പറയുന്നത് കേരളത്തിലോട്ടുള്ള ബസ്സുകളുടെ ആസ്ഥാനം മടിവാളയാണ്. കേരളത്തിലുള്ള പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ആസ്ഥാനം മടിവാളയാണ്. തമിഴ്നാട്ടിലോട്ട് അത്രയ്ക്കും കൂടെ മടിവാള തിരക്കില്ല. തമിഴ്നാട് ബസ്സുകൾ കൂടുതലും ഡയറി സർക്കിളും കലാശിപ്പാളയും ഒക്കെയാണ്. തമിഴ്നാട് ബസ്സുകളിലൊരു മെയിൻ പിക്കപ്പ് പോയിൻ്റ് എന്ന് പറയുന്നത് സിൽക്ക് ബോർഡാണ്. സിൽക്ക് ബോർഡ് മടിവാള പള്ളി. ഇപ്പോൾ ഇവരിപ്പം നമ്മുടെ മടിവാളയിലോട്ടാണ് കയറുന്നത്.
ക്രൈസ്റ്റ് ഹോസ്പിറ്റലും പോട്ടെ. അയ്യോ എല്ലാം മറന്നുവല്ലോ. ഞാൻ ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലാണ് കേട്ടോ. എനിക്കത് സഡനായിട്ട് അങ്ങ് പോയി, മനസ്സിൽ നിന്ന് പേര് പോയി. ഈ സൈഡിലോട്ടൊക്കെ വന്നിട്ട് കാലങ്ങളായി. എനിക്കൊന്നും ഇങ്ങോട്ട് വന്നിട്ട് കോവിഡ് വേണ്ടി ഈ ഭാഗത്തോട്ട് ഞാൻ വന്നിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഓർമ്മ കിട്ടുന്നില്ല. കാര്യം കോവിഡ് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ നാട്ടിലോട്ട് ബസ്സിന് യാത്ര ചെയ്തിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മളങ്ങനെ മടിവാള എത്തി. റൈറ്റ് സൈഡിലാണ് മടിവാളയിലെ ട്രാവൽ ഏജൻസികളെല്ലാം ഉള്ളത്. ഇവിടെ നിന്നാണ് യാത്രക്കാർ കയറുന്നത്. മെയിനായിട്ട് ചറപുറന്ന് യാത്രക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മടിവാളയിൽ നിന്ന് പുറപ്പെട്ടു. ഈ ആർക്കേക്കയുടെ SLX കിടക്കുന്നു അവിടെ. ചെന്നൈക്ക് വന്ന വണ്ടിയാണ്. നമ്മളങ്ങനെ ഇറങ്ങുന്നത് ഇവിടെയാണ്. പഴയ പർവീൻ ട്രാവൽസ്, SCLS, സ്മാർട്ട് ബസ് ലൗഞ്ച്, ഫ്ലിക്സ് ബസ് ലൗഞ്ച് എല്ലാം അവിടെയാണ്. അവിടെയാണ് പണ്ട് KPN-ൻ്റെ ഓഫീസ്. KPN-ഒക്കെ നിർത്തിപ്പോയി. ഇവിടെ നിന്നോട്ട് മടിവാള മാർക്കറ്റ്. ഇതാണ് മടിവാള മോസ്ക് പിക്കപ്പ് പോയിന്റ്. ഈ വണ്ടിക്ക് ഇവിടെ പിക്കപ്പ് ഇല്ലെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞുകൊണ്ടാണ് വിഖ്യാതമായ സിൽക്ക് ബോർഡ്. ബാംഗ്ലൂർ ജീവിച്ച 10 വർഷത്തിൻ്റെ ഓർമ്മകൾ അങ്ങനെ മുന്നോട്ട് വരിക. ഇപ്പോൾ നമ്മൾ വിഖ്യാതമായ സിൽക്ക് ബോർഡ് പാലത്തിലോട്ട് പ്രവേശിക്കുന്നു. പണി നടക്കുന്ന പാലം പോലത്തെ സാധനം മെട്രോ സ്റ്റേഷനാണ്. ബ്ലൂ ലൈനിൻ്റെ മെട്രോ സ്റ്റേഷനാണ്. ഈ ബസ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഗിയർ ചേഞ്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. ഗിയർ ചേഞ്ചിൽ നിങ്ങൾക്ക് മനസ്സിലാവും മാനുവലാണെന്നുള്ളത്. ഷിഫ്റ്റ് പോലെ അല്ല എൻ്റെ ഗിയർ ചേഞ്ച്. അത്യാവശ്യം എന്താണ് വലിച്ചെടുത്ത് വരുന്ന ഡ്രൈവർ വേണം. നമ്മളിവിടെ നേരെ ഫ്ലൈ ഓവർ കയറി ഇലക്ട്രോണിക് സിറ്റിയിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇലക്ട്രോണിക് സിറ്റി എത്തിയിരിക്കുകയാണ്. ചന്ദാപുരം തന്നെ പിക്കപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ചന്ദാപുരം പാലം കയറിയിട്ടില്ല. താഴെക്കൂടെ വന്നു. ചന്ദാപുരം സർക്കിളിലെത്തി വണ്ടി. ഇതാണ്
ഇതാണ് ചന്താപുര സർക്കിൾ. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. ചന്താപുരയിൽ കുറച്ച് കണ്ട് ബ്ലോക്കിൽ പെട്ട് കിടക്കുക കേട്ടോ. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റിന് മേലെ ഒരു 10 മിനിറ്റ് ഉറങ്ങാൻ കൂടി ചെയ്യുന്നുണ്ടാക്കി. വണ്ടി അങ്ങനെ അത്തിപ്പള്ളിക്കടുത്ത് അത്തിപ്പള്ളിയിൽ ഒരു പമ്പിൽ ഡീസൽ അടിക്കാൻ നിർത്തിയപ്പോൾ അവർ വിളിച്ചു വന്നു, ടോയ്ലറ്റിൽ പോകുന്നവർക്ക് ടോയ്ലറ്റിൽ പോകുന്നു. ഹിന്ദുസ്ഥാൻ പെട്രോളത്തിനല്ല വലിയ പമ്പാണ് കേട്ടോ, വലിയ പമ്പാണ്. അപ്പോൾ അവിടെ വണ്ടിയിൽ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും കുറച്ച് നേരം എടുക്കും, ഒരു 5 മിനിറ്റ് എന്തായാലും റീഫിൽ ചെയ്ത് തീർക്കാൻ തന്നെ എടുക്കും, 5 മിനിറ്റ് കൂടുതൽ എടുക്കും. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ വണ്ടി ഒന്ന് കണ്ടേക്കാം. ഇതാണ് നമ്മുടെ വണ്ടി, പകൽ വെളിച്ചത്തിലൊന്ന് കണ്ടേക്കാം. നേരത്തെ പറഞ്ഞ ഇതൊരു മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ്. ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. പകൽ വെളിച്ചത്തിൽ നമ്മുടെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് കണ്ടോളൂ. ഇതാണ് ഇതിൻ്റെ അപ്പർ ബർത്ത്. ഈ കാണുന്ന ബാക്ക് റെസ്റ്റ് അത്ര സോഫ്റ്റ് അല്ല കേട്ടോ, ഇത്തിരി ഹാർഡാണ്. സമയം ഇപ്പോൾ 7:31. നമ്മൾ ബ്രേക്ക് കഴിഞ്ഞ് വണ്ടി എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ വണ്ടി അത്തിബെല്ലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത്തിബെല്ലെ എന്ന് പറയുന്നത് കർണാടക തമിഴ്നാട് ബോർഡറാണ്. വണ്ടി ഇപ്പോഴും കർണാടക തന്നെയാണ് എൻ്റെ അറിവിൽ. രാവിലെ വണ്ടി കയറി പോയി പൗച്ച് നോക്കാനായിരുന്നു. പൗച്ചിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. പൗച്ചിനകത്ത് ഒരു ലിറ്റിൽ ആർട്സ് ഉണ്ട്, ലേസ് ഉണ്ട്, പിന്നെ ഒരു 300 ml വാട്ടർ ബോട്ടിലുണ്ട്. ഇത്രയാണ് ഇതിനകത്തുള്ളത്. 300 ml ഇത്രയല്ലേ ദൂരം, 6 മണിക്കൂറിന് ദൂരം. കുറച്ച് ചിപ്സും ബിസ്ക്കറ്റും വെള്ളമാണുള്ളത്. പിന്നെ നമ്മൾ ബോർഡർ കിടക്കാറായി തോന്നുന്നു. ഞാൻ ബോർഡർ കിടക്കുന്ന കൊണ്ട് കണ്ടേക്കാം. ഞാനിടയ്ക്ക് കുറച്ച് നേരം ചെറുതായിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു, ഒരു 10-15 മിനിറ്റ് ഉറങ്ങിയായിരുന്നു. നല്ല ശക്തി ഉറക്കം വരികയായിരുന്നു. കാരണം നമ്മൾ രാവിലെ 4 മണിക്ക് 4:30 കഴിഞ്ഞിട്ടാണ് നല്ല ഉറങ്ങാനൊക്കെ വൈകിയായിരുന്നു. ഇതാണ് അത്തിബെല്ലെ സർക്കിള്. ഇതിന് താഴെയാണ് അത്തിബെല്ലെ സർക്കിള്. അത്തിപ്പള്ളി ടോളെത്തി. അത്തിബെലെ എന്ന് പറയും കർണാടകയിൽ, അത്തിപ്പള്ളി എന്ന് തമിഴിലും പറയും. ഇതാണ് അത്തിബെല്ലെ ടോള്. ഈ അത്തിബെല്ലെ ടോള് കഴിഞ്ഞ ഉടനെ വണ്ടി നേരെ തമിഴ്നാട്ടിലേക്ക് കയറും. അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ സൈഡിലാണ് വെയിൽ. അതുകൊണ്ട് കുറച്ച് നേരമായിട്ട് ഞാനും കർട്ടനൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റിൻ്റെ ഏരിയ ആണിത്. തമിഴ്നാട് സിറ്റി ബസ് കണ്ടു. ഫ്ലിക്സ് ബസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഫോക്സ്, ഞാൻ നമ്മുടെ ഇതിൻ്റെ ബ്ലാങ്കറ്റിന് റിവ്യൂ തരാൻ പറഞ്ഞത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇത് ക്വിൽറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണിത്. ഇത്രയും ബ്ലാങ്കറ്റ് ബസ്സിന് ആവശ്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ. നല്ല സംഭവമാണ്. അതിനകത്ത് ബസ്സിൻ്റെ കമ്പനിയുടെ പേരൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സാധനമാണിത്. ലൈറ്റ് കളറാണ്. അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അറിയും. എനിക്കതിന് ആവശ്യം വന്നില്ല, കാരണം ഞാൻ AC വെൻ്റൊക്കെ അടച്ചിട്ടു. അതുകൊണ്ട് എനിക്കതിന് ആവശ്യം വന്നില്ല. ഇവിടെ നമുക്ക് 2 AC വെൻ്റ് ഉണ്ട്. ഇവിടെ ഒരു AC വെൻ്റ് ഉണ്ട്, പിന്നെ അപ്പുറത്തെ ഇതിന് മുകളിലായിട്ടൊരു AC വെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ലൈറ്റ്സ് ഉണ്ട്. ലൈറ്റൊന്നും ഒരു ഓൺ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ റീഡിങ് ലാമ്പും ബർത്ത് ലാമ്പൊക്കെ ഉണ്ടായിരുന്നു. നമുക്കെന്നാൽ പിന്നെ പതുക്കെ TV ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്താലോ. അപ്പോൾ TV എക്സ്പെരിമെൻറ്റ് ചെയ്താണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ. അപ്പോൾ ഇതിൽ ഓൺ അടിച്ചു കഴിഞ്ഞാൽ
ടി വി ഇപ്പോൾ ഇത് ഓണായി വരും. ഇതുവരെ ഓണായി വന്നിട്ടില്ല. വന്നു. ഇതൊന്ന് ഓണായി വന്നിട്ട് ഞാൻ ടി വി കാണിച്ചു തരാം, ടി വിയിൽ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബസ് യാത്ര വീഡിയോ ഇതുവരെ എങ്ങനെ പോകുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് പതുക്കെ ഈ ഹെഡ്ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ടി വിയിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹെഡ് റെസ്റ്റ് ഇത്തിരി ഹാർഡാണ്, നല്ല കട്ടിയുണ്ട്. പിന്നെ ഇവരൊരു പില്ലോ വന്നിട്ടുണ്ട്. ആ പില്ലോ ആണ് നടുവിന് ഞാൻ സപ്പോർട്ടായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിത്തിരി കുറച്ചും കൂടി താണ് വേണമായിരുന്നു ഇവരുടെ ഈ വോളുടെ ബാക്ക് റെസ്റ്റ്, അല്ലാണ്ട് പൊക്കത്തില്ല. അത് കറക്റ്റ് എൻ്റെ ഷോൾഡർ ബോണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ലോവർ ബാക്കിന് സപ്പോർട്ടൊന്നുമില്ല. ഇത് ഹെഡ് റെസ്റ്റും ഉണ്ട്, ഹെഡിനും ഷോൾഡറിനും സപ്പോർട്ടുണ്ട്, ലോവർ ബാക്കിന് സപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് പതുക്കെ ടി വി നോട്ട് നോക്കാം. ഇതാണ് ഇവർ തന്നിരിക്കുന്ന ഹെഡ്ഫോണ്. ഹെഡ്ഫോണിൻ്റെ മുകളിലും കമ്പനിയുടെ പേര് ബ്രാൻഡിങ് ഉണ്ട്, പക്ഷേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 2 E കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെഡ്ഫോണാണ്. ഇതൊന്ന് വെച്ച് നോക്കാം. കാണാനൊരു അഴകുണ്ടെന്നൊക്കെ ഉള്ളൂ കേട്ടോ, അത്ര ഫിറ്റിംഗ് ഒന്നും അല്ല സാധനം. അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ്, ഞാൻ സാധനം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടി വി ഒന്നും കാണാറില്ല. നമുക്ക് എന്തായാലും ഇതിനകത്ത് എന്തൊക്കെയുള്ള നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്നാൽ ടി വിയുടെ കൊടുത്തിരിക്കാൻ ഞാൻ. അപ്പോൾ ഇതാണ് ടി വി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന ബട്ടൺസാണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ. ഫുള്ള് ടച്ചാട്ടോ സാധനം, മൊത്തത്തിൽ ടച്ചാണ്. ഇതിനകത്താണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എന്തോന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ പ്ലീസ് വെയിറ്റ് ലോഡിങ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിന്നു. തുടങ്ങിയത് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കമ്പനിയുടെ. അവരുടെ ബസ്സിൻ്റെ കോർപ്പറേറ്റ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു കോർപ്പറേറ്റ് വീഡിയോ കാണിച്ചുകൊണ്ടാണ് തുടക്കം. കാട്ടിന് അടച്ചിട്ടിരിക്കുക, കാര്യം ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് വെയിൽ നേരെ എൻ്റെ ബോഡിയിലോട്ട് അടിക്കുന്നു, മുഖത്തേക്ക് അടിക്കുന്നു. അതുകൊണ്ട് ഒരു രക്ഷയില്ലാതെ ഞാനത് കാട്ടിന് അടച്ചിട്ടു. അതിനകത്ത് തുറന്നുകൊണ്ട് നമുക്ക് OTT ആപ്പുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് നോ ഇൻ്റർനെറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് നടക്കില്ല. മൂവീസ് വല്ലതും വരുമോ? അത്യാവശ്യം നല്ല പോക്കാട്ട് പോകുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൃഷ്ണഗിരിയിലെത്തിയിരിക്കുകയാണ്. ഒരു ഐ ലവ് നമ്മ കൃഷ്ണഗിരി സെൽഫി സ്പോട്ടൊക്കെ ഉണ്ട് അവിടെ. ഒരു ഡ്രൈവർ ഇവിടെ ഇറങ്ങി. ഏകദേശം തൊപ്പൂർ എത്താറായിട്ടുണ്ട്. കാർഡ് സെക്ഷൻ ഹെഡ് ഗോസ്ലോ എന്ന് പറഞ്ഞ ബോർഡ് കണ്ടു. കുറച്ച് തൊപ്പൂർ ഗേറ്റ്, ടോൾ ഗേറ്റ് പാസ് ചെയ്തായിരുന്നു. വെയിൽ ഇപ്പോഴത്തെ സൈഡിലാണ്, നല്ല ചൂട്. ഏസിക്കൊന്നും ഒരു തണുപ്പില്ലാത്ത പോലെ തോന്നുന്നു. നമ്മൾ തൊപ്പൂർ ചുരം ഇറങ്ങി തുടങ്ങി, തൊപ്പൂർ ഘാട്ട് ഇറങ്ങി തുടങ്ങി. ഇവിടെ അത്യാവശ്യം സ്പീഡ് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു. ഹെവി വെഹിക്കിൾസ് ഒരു ലൈൻ വെച്ച് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിശന്നൊരു വഴിയായിരിക്കുമായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡ് 1,77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇവിടെ നിർത്തിയിരിക്കുന്നത് സർവേഷ് എന്നോ വേണ്ട പേര്. കഴിച്ച് വന്നിട്ട് ബാക്കി വിശേഷമൊക്കെ പറയാം. അത്യാവശ്യം കണ്ടിട്ട് കൊണ്ടാവുന്നൊരു ഹോട്ടലാണ്. യാത്ര ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനാണ് ഇഡ്ഡലി. ഇത് സേഫാണ്. അപ്പോൾ ഹൈവേന്ന് മാറിയിട്ടാണ് ഹോട്ടൽ. ഹൈവേന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഹോട്ടൽ. ആ പോകുന്നതാണ് ഹൈവേ. ഇവിടെ എന്തോ ഒരു പാലത്തിന് പണി നടക്കുന്നുണ്ട്. വല്ല ബൈപ്പാസ് റോഡോ വല്ലതും ആണെന്ന് അറിയില്ല കേട്ടോ. ഒരു പാലത്തിന് പണി നടക്കുന്നുണ്ട്. ആണ് ഹൈവേ. ഇതാണ് നമ്മൾ നിർത്തിയ ഹോട്ടൽ. സർവേഷ് ഇൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. പണ്ട് KPN ബസ്സുകളുടെയൊക്കെ ഫ്രണ്ട് സർവേഷിന് എഴുതുമായിരുന്നു. അത് KPN ഓണറുടെ ഗ്രാൻഡ് സൺ ആയിരുന്നു. ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി. വെയിൽ മൊത്തത്തിലെതിരാണ് നമുക്ക് വീഡിയോസ് എടുക്കാൻ. TN39 DQ 1199
ജൂബിലി എന്നാണ് കമ്പനിയുടെ പേര്, ജൂബിലി ട്രാവൽസ് എന്നാണ്. മുകളിലൊരു സംഗു നെറ്റ്ലാൻഡ്സ് എഴുതിയിട്ടുണ്ട്. തിരുപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ യൂണിറ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. വോൾവോ എന്ന് പറഞ്ഞാൽ വോൾവോ തന്നെയാണ്, അത് വേറെ ലെവലാണ്. ഇതിൻ്റെ യാത്രാ സുഖം നമുക്ക് സാധാരണ വണ്ടികളൊന്നും കിട്ടില്ല. 13.5 മീറ്റർ ബൈആക്സിൽ വണ്ടിയാണിത്. B8R ആണ് ഇതിൻ്റെ എൻജിൻ, അതായത് 8 ലിറ്റർ റിയർ മൗണ്ട് എൻജിനാണ്. ഇത് ബേസിക്കലി 340 HP ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മാനുവൽ ട്രാൻസ്മിഷനാണ്. 6 ഗിയറുണ്ട്. 6 ഗിയറിലെ മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. അപ്പോൾ വണ്ടിക്കകത്ത് കയറിട്ടോ ക്യാബിൻ ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു, സാർ വണ്ടി ക്യാബിനിൽ സ്ഥലമില്ല, അറ്റൻഡർ ഫുൾ ടൈം ക്യാബിനിൽ തന്നെ ഉണ്ടാവും, അല്ല വേറെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ വെറുതെ നിർബന്ധിക്കാൻ പോയില്ല, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ യാത്ര കാണാം. അപ്പോൾ നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുറപ്പെടായി. സമയം 9:46 പുറപ്പെടാറായി. അപ്പോൾ അങ്ങനെ നമ്മൾ തൊപ്പൂർ കഴിഞ്ഞ് നമ്മുടെ യാത്ര തുടരുകയാണ് ടുവേർഡ്സ് സേലം. സേലത്തി ഞാൻ അറിഞ്ഞു പോലും ഇല്ലായിരുന്നു. വണ്ടി നല്ല ഷാർപ്പ് കേവ് എടുത്തപ്പോൾ മനസ്സിലായി സേലത്തി എന്നുള്ളത്. വെയിൽ ചതിച്ചാശാനെ, വെയിൽ ചതിച്ചു. മുഴുവൻ ദൂരം കറണ്ടിട്ട് തന്നെ യാത്ര ചെയ്യുന്നത്. കാരണം തുറന്നു കഴിഞ്ഞാൽ നേരെ വെയിലാണ്. ആയി വളരെ യാദൃശ്ചികമായിട്ടാണ് സംഭവിച്ചത്. കാവേരി നദിയാണ് വന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് കട്ടൻ തുറന്നത്. നല്ല ഒഴുക്കുണ്ട്, നല്ലൊക്കെ കല്ലൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ഭവാനി എത്തി. നല്ല പൊക്കോട്ടെ പോകുന്നത്, നല്ല സ്പീഡുണ്ട്. പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം. ഭവാനി എത്തി. പറയുമ്പോൾ തന്നെ ഭവാനിയായി. പറയുമ്പോൾ നമ്മൾ ഈറോഡ് അടുക്കാറായപ്പോൾ നമ്മൾ അല്പം നസീനൂർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. അതായത് നമ്മളിപ്പോൾ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ പെരുന്തുറയ്ക്കൊക്കെ അടുത്താണിപ്പോൾ. ജസ്റ്റ് അവനാശി ബൈപ്പാസിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 57 കിലോമീറ്റർ കൂടി ഉണ്ട് ബാക്കി. 57 കിലോമീറ്ററാണ് ഇത് കാണിക്കുന്നത്. കാര്യം ഞാനിട്ടിരിക്കുന്നത് ഇവരതിനകത്ത് കാണിച്ച ഡ്രോപ്പിംഗ് പോയിൻ്റാണ് ഞാൻ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത്.
57 മിനിറ്റ് കൊണ്ട് ഓടിയെത്തുമെന്നാണ് പറയുന്നത്. 57 കിലോമീറ്റർ കൂടി ഉണ്ട്. 56 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. കോയമ്പത്തൂരിന് മുമ്പുള്ള അവസാനത്തെ ടോളാന്ന് തോന്നുന്നു. കോയമ്പത്തൂർ സിറ്റി ബസ് കാണുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് കോയമ്പത്തൂരിന് മുമ്പുള്ള അവസാനത്തെ ടോൾ പ്ലാസ ആയിരുന്നു. കാര്യം ഞാനൊരു അല്പം മുമ്പ് നോക്കുമ്പോൾ ഒരു 27 കിലോമീറ്ററോ മറ്റാണ് ഗാന്ധിപുരത്ത് കാണിക്കുന്നത്. അല്പം മുമ്പിലായിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് കയറി ഒരു പാലം കയറി റൈറ്റിലോട്ട് അങ്ങ് പോകും. കാര്യം നേരെയുള്ള റോഡ് ബൈപ്പാസ് വഴി നേരെ ഇവിടെ പോകും, നമ്മുടെ വാളയാറിലേക്ക് പോകുന്ന റോഡാണ്. ആ ലെഫ്റ്റ് കാണുന്ന പാലമില്ല, പാലം കയറി നമ്മൾ പോകാൻ പോകുന്നത്. ഈ പാലത്തിന് താഴെ കൂടെ നേരെ പോകുന്ന റോഡ്, അവിടെ ഒരു ടോൾ പ്ലാസ കാണുന്നില്ലേ, അതാണ് കോയമ്പത്തൂർ ബൈപ്പാസ്, LNT ബൈപ്പാസ് എന്ന് പറയും. അത് നേരെ വാളയാർ ഭാഗത്തോട്ട് മധുക്കര ചെന്ന് കയറും. ഡ്രോപ്പുകൾ തുടങ്ങാറായി. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പായി KMC എത്തും. നമ്മൾ KMC എത്താറായി. KMC ഇറങ്ങുന്ന യാത്രക്കാരെ തപ്പി ഇപ്പോൾ നമ്മുടെ ക്ലീനർ കിളിക്കുട്ടൻ വിളിച്ചായിരുന്നു. നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ എയർപോർട്ട് ജംഗ്ഷൻ എത്തിയത്. ഇവിടുന്ന് അടുത്തോട്ട് ഉള്ളിലോട്ടാണ് കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാനിപ്പോൾ ഗാന്ധിപുരത്ത് ഇറങ്ങിയിട്ട് ഗാന്ധിപുരത്തു നിന്ന് 1:50 കോഴിക്കോട് ബസ്സുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ അവിടെ പെരുന്തൽമണ്ണപ്പോൾ ഇറങ്ങാമെന്ന് വെച്ചിരിക്കുകയാണ്. അത് കിട്ടുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാലക്കാട് പോയി പാലക്കാട് നിന്ന് പോവാം. അതായത് ലഞ്ചൊന്നും കഴിക്കുകയും വേണം, ലഞ്ച് എന്തെങ്കിലും പിടിച്ചിടണം. നമുക്കിനി ഗാന്ധിപുരത്തേക്ക് എത്താനൊരു 5-6 കിലോമീറ്ററും കൂടി ഉള്ളൂ. അല്പം മുമ്പ് റെഡ് ബസ്സിൽ നിന്നൊരു കോൾ വന്നു, വേക്കപ്പ് കോളാണെന്നും പറഞ്ഞുകൊണ്ട്. നമുക്കിനി എത്താൻ കുറച്ച് നേരം കൂടി ഉള്ളൂ. ഉണന്നോളൂ എന്നും പറഞ്ഞു. അത് കൊള്ളാൻ കണ്ട സംഭവം ഇഷ്ടമായി. PSG എത്തിയിരിക്കണം. PSG ഇപ്പോൾ നമ്മൾ എത്താറായി. ഇവിടെ ഈ ലോവർ ബർത്ത് ഉണ്ട്. ലോവർ ബർത്ത് ശരിക്കും തറ ലെവലിലാണ്. തറയിൽ എണീക്കുന്നവരാണ് ഈ ലോവർ ബർത്തിൽ നിന്ന് എണീക്കേണ്ടത്. നമ്മളിപ്പോൾ ഏകദേശം ഗാന്ധിപുരം എത്താറായിട്ടുണ്ട്.
വടക്കമ്പാളയത്താണ് നമ്മളിപ്പോൾ. ഗാന്ധിപുരത്തിന് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ 1:50 കോഴിക്കോട് ബസ് കിട്ടുമെന്ന് തോന്നുന്നു. കിട്ടിയാൽ നന്നായിരുന്നു. മിക്കവാറും എല്ലാവരും തന്നെ ഗാന്ധിപുരത്ത് ഇറങ്ങാനുള്ള വരാൻ തോന്നുന്നു. നമുക്കൊന്ന് പതുക്കെ ഡോറിനടുത്തോട്ട് പോയി നിൽക്കാം. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. പല ബർത്തും കാലി തന്നെയായിരുന്നു. താങ്ക് യു നാം, താങ്ക്സ്. അപ്പോൾ അങ്ങനെ 12:59 നമ്മൾ ഗാന്ധിപുരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് തിരുവനന്തപുരത്തേക്കുള്ള പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് സ്റ്റോപ്പുണ്ട്. കയറിപ്പോയാലോ? അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് നമ്മുടെ വണ്ടി നിൽക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ പാർക്കിങ്ങിലേക്ക് പോകും. മറ്റേ ഇവിടെ എന്താണ് പറയുക, ഓമ്നി ബസ് സ്റ്റാൻഡിലേക്ക്. നമുക്കെന്നാൽ പതുക്കെ ഓപ്പോസിറ്റുള്ള സ്റ്റാൻഡിനകത്ത് പോകാം. നമ്മുടെ വണ്ടി അവിടെ ഉണ്ടോ എന്ന് നോക്കാം. നമ്മുടെ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് കയറാനുള്ള പണികൾ നമുക്ക് നോക്കാം. റോഡ് കിടക്കാൻ അവിടെ വരെ പോകണം അല്ലേ. ഇതാണ് ഇവിടുത്തെ ടൈം ടേബിൾ. ഇത് പ്രകാരം 1:40 കോഴിക്കോട് പാലക്കാട് മലപ്പുറം വഴി. 1:50 എന്നാലും ഞാൻ അറിഞ്ഞത് 1:40 എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കൗണ്ടറൊന്നും ചോദിച്ചു നോക്കാം വണ്ടി ഉണ്ടോന്ന്. ആണ് KSRTC ഇവിടുത്തെ ഓഫീസർ. 1:50 വണ്ടിയൊന്നും ഇല്ല. നമുക്കതിപ്പോൾ ഒരു SCTC ബസ് കിട്ടി. നമുക്ക് ഇതിന് കയറി നമുക്ക് പാലക്കാട് ഇറങ്ങാം. വണ്ടി കയറാം. SCTCയുടെ പ്രകാശ് വീട്ടിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇന്ന് കയറിയേക്കാം. കോഴിക്കോട് വണ്ടി ക്യാൻസലാണ് അത്ര. ഇനി 2:30 ഇവിടുന്ന് വണ്ടിയുള്ളൂ. നമുക്കെന്നാൽ ഇത് കയറി അങ്ങനെ പാലക്കാട് പോകാം. വണ്ടിയുടെ അവസ്ഥയൊരവസ്ഥയാണ്. നല്ല അവസ്ഥയാണ്. 85 രൂപയാണ് ടിക്കറ്റിന്. ടിക്കറ്റ് എടുത്തു. കോമഡി എന്ന് വെച്ചാൽ ഒരു ടിക്കറ്റൊക്കെ തന്നിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇവർ കഴിച്ചു വരുന്നവർ നമ്മളോട് വെയിറ്റ് ചെയ്യണം. നമ്മളങ്ങനെ കേരളത്തിൽ കയറിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി നിറച്ചിട്ടുണ്ട്. 1:30 അപ്പോഴേക്ക് എടുത്തു. ഇപ്പോൾ സമയം 2:40. വാളയാറ് കഴിഞ്ഞ് വണ്ടി. വാളയാറ് ഇൻ്റർവ്യൂ പിടിക്കാനുള്ള ശ്രമം നടത്തിയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റെക്കോർഡ് ബട്ടൺ നോക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട്ടേക്ക് എത്തി ഫൈനലി. ഇനി ഇവിടുന്ന് വേറൊരു വണ്ടി പിടിച്ച് ഞാൻ പെരിന്തൽമണ്ണയ്ക്ക് പോകും. കോഴിക്കോട്ടേക്ക് വണ്ടി കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പോകുന്നില്ല. ഞാൻ പോയി വല്ലതും കഴിച്ചിട്ട് വരാം. 5 മണിക്ക് യാത്ര ഇവിടെ അവസാനിക്കണം. മണി 3 ഞാൻ പോയി ലഞ്ച് എല്ലാം കഴിച്ചിട്ട് ഈ കോഴിക്കോട്ടേക്ക് അടുത്ത വണ്ടി പിടിച്ച് പോട്ടെ. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടോന്നിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്നിരിക്കുന്നു. അങ്ങനെ ഫോക്സ് രാവിലെ 6 മണിക്ക് നമ്മൾ തുടങ്ങിയ യാത്ര വൈകുന്നേരം 5:35 പെരിന്തൽമണ്ണയിലെത്തി അവസാനിച്ചിരിക്കുകയാണ്. പാലക്കാട് ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഞാൻ പോയി ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ച് തിരിച്ചു വന്നാൽ കുറച്ച് നേരത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് ബസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബസ്സെല്ലാം ക്രൗഡായിരുന്നു. പിന്നെ വന്ന വണ്ടിയിൽ ഞാൻ കയറി. എന്നിട്ട് അങ്ങനെ ഫൈനലി നമ്മൾ പെരിന്തൽമണ്ണയിലെത്തി നമ്മുടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കെന്നാൽ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you again in the next video. Until then, bye-bye.